ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഓപ്പോയുടെ A33 എന്ന് പറയുന്ന മോഡലാണ്. ഈ ഫോൺ കസ്റ്റമർ കൊണ്ടുവരുമ്പോൾ തന്നെ ഡിസ്പ്ലേ ഇളകിയാണ് വന്നത്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ മാറണം. ഇതാണ് നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്ന ഡിസ്പ്ലേ. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ബാക്ക് പാനൽ ഹീറ്റ് ചെയ്ത് ഊരണം. അപ്പോൾ നമുക്കത് കാണാം. മിക്കവാറും വരുന്ന ഫോണുകൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമുണ്ട്, ഡിസ്പ്ലേ ഇളകി സ്ട്രിപ്പേ തൂങ്ങിക്കിടക്കും ഡിസ്പ്ലേ. അങ്ങനെയാണ് ഡിസ്പ്ലേ ഡാമേജ് ആകുന്നത്. അപ്പോൾ ഇളകിയെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് ആ ഡിസ്പ്ലേ ഒട്ടിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ അവസ്ഥ പോലെയാവും. ഈ പ്ലാസ്റ്റിക് പാനൽ വരുന്ന ഫോണുകൾക്കൊക്കെ ഹീറ്റ് നന്നായിട്ട് അടിക്കണമെന്നൊന്നുമില്ല. ചെറിയ രീതിയിൽ ഹീറ്റ് കൊടുത്താൽ മതി. അത് സിമ്പിളായി തന്നെ ഊരി വരും. അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് പാനൽ നമ്മൾ ഇളക്കി. ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്യണം. അപ്പോൾ സ്ക്രൂ എല്ലാം ഓരോന്നായിട്ട് അഴിച്ച് നമുക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്ക്രൂ വരുന്ന പരിപാടിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോഡി നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇളക്കി മാറ്റാം. ഏറ്റവും സിമ്പിളായിട്ട് ഇളക്കണമെങ്കിൽ സിമ്മിൻ്റെ ട്രേ ഇരുന്ന ഭാഗത്ത് നമുക്ക് നഖം വെച്ച് ഇളക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫോണ് ഫുള്ളായിട്ട് ഓപ്പണായി വന്നു. ഇനി നമുക്ക് ഇതിനെ ഏത് ഫോൺ അഴിച്ചാലും നമ്മൾ മദർ ബോർഡിൽ നിന്ന് ബാറ്ററിയിലോട്ടുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിടുക. അതിന് ശേഷമേ ഉള്ളൂ ആ ഫോണിൽ എന്തൊരു പണിയും ചെയ്യാവുള്ളൂ. അങ്ങനെ നമുക്ക് ബാറ്ററിയുടെ കണക്ഷൻ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി നമുക്ക് സേഫായി തന്നെ ഇളക്കി മാറ്റാം. എപ്പോഴും ബാറ്ററി ഇളക്കുമ്പോൾ ഇച്ചിരി സമയമെടുത്ത് തന്നെ ഇളക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ബാറ്ററിയും റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് നമുക്ക് ഇളക്കി മാറ്റണം. അതിന് മുമ്പ് അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഉണ്ട്, അത് നമുക്ക് പയ്യെ വലിച്ച് മാറ്റാം. ഇത് ഓൾറെഡി ഇളകി വന്നുകൊണ്ട് നമുക്ക് പിന്നെ സ്ട്രിപ്പ് മാത്രം ഊരിയാൽ മതി. ഡിസ്പ്ലേ താനെ ഊരിങ്ങി പോരും ഇതുപോലെ. ഇനിയാണ് നമുക്ക് ഫ്രെയിം ക്ലീൻ ചെയ്യേണ്ട പരിപാടി. പതിയെ ഫ്രെയിമിൻ്റെ ഗമ്മൊക്കെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പതിയെ ഇതുപോലെ ക്ലീൻ ചെയ്ത് മാറ്റാം. പഴയ ഗമ്മ് കളഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ ഗമ്മിടണം. അപ്പോൾ നമുക്ക് ഗമ്മിടാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു കാരണവശാലും ഫോണിൻ്റെ സെൻസറിലോ ക്യാമറയിലോ ഗമ്മ് വീഴരുത്. അത് സേഫായി തന്നെ ചെയ്യാൻ നോക്കണം. ഗമ്മിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിസ്പ്ലേ ഉറപ്പിക്കണം. നമ്മൾ ഡിസ്പ്ലേ ആണ് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്ത് ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഡിസ്പ്ലേ സ്ട്രിപ്പൊക്കെ നമുക്ക് സേഫായി തന്നെ ഒട്ടിക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് പാനൽ അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഊരി വെച്ച സ്ക്രൂ എല്ലാം ഇട്ടാൽ നമുക്ക് ഉറപ്പ് വരുത്തണം. അതെല്ലാം ഇട്ടതിന് ശേഷം നോക്കണം സ്ക്രൂ വല്ല ബാലൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം ഫോണിൻ്റെ ബാക്ക് പാനൽ നമുക്ക് ഗമ്മിട്ട് ഒട്ടിക്കാൻ. ഇതിൻ്റെ ബോഡിയുടെ എല്ലാ ഭാഗത്തെയും ലോക്ക് വീണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സ്ക്രൂ ഇടുക. എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് സ്ക്രൂ ഇടാം. സ്ക്രൂ ഇട്ടതിന് ശേഷം നമുക്ക് പിന്നെ ഗം ഉപയോഗിച്ച് ബാക്ക് പാനൽ നമുക്ക് ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് പയ്യെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. നമുക്കിനി ഈ ഫോണൊന്ന് ഓണാക്കി നോക്കാം. അങ്ങനെ നമ്മുടെ ഫോൺ ഓണായി, ഡിസ്പ്ലേ ഒക്കെ തെളിഞ്ഞു, നമ്മുടെ ഫോണിൻ്റെ വർക്കും കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം.